പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ഫലമായി കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നടന്ന 10,000-കണക്കിന് ഉടമ്പടി ധ്യാനത്തിൻ്റെയും ആരാധനയുടെയും ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥന കൂടുന്ന ഈ വെളുപ്പാങ്കാലത്തിൽ നിന്ന് പ്രാർത്ഥന കൂടുന്ന, അല്ലെങ്കിൽ എപ്പോഴാണോ സൗകര്യപ്പെടുന്നത്, ചില സമയത്ത് ചിലർക്ക് രോഗികൾ താമസമൊക്കെ പോകും എഴുന്നേക്കാൻ. ഇപ്പം കൂടുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ 5:30 അച്ഛൻ കൂടാൻ പറഞ്ഞിരിക്കണത്. എല്ലാവരും തടിയെ ജീവനുള്ളവരെല്ലാം ആ സമയം തന്നെ കീപ്പ് ചെയ്യാൻ നോക്കണം. അപ്പം ചിലപ്പോൾ വിമാനത്തിലൊക്കെ ആയിപ്പോവും ആ സമയത്ത്, അല്ലെങ്കിൽ വാഹനത്തിലായിപ്പോവും. അപ്പോൾ ആ ഒരു എക്സെപ്ഷൻ ചിലപ്പോൾ ഉണ്ടാകും. അപ്പോൾ നമുക്ക് പറ്റുന്ന സമയത്താണ് കൂടണത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എക്സെപ്ഷൻ ഉള്ളൂ. കർത്താവ് ആ സമയത്ത് എപ്പോൾ കൂടിയാലും
അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കണം. കർത്താവേ, അങ്ങ് മാത്രമേ ഞങ്ങൾക്ക് ഒരു സന്ധിപ്പുള്ളൂ. നീയാണ് വഴി, നീയാണ് വാതിൽ. നിന്നിലൂടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പൂർണ്ണമായി അടിയറ വെച്ചിരിക്കുകയാണ്. കർത്താവേ, ശാരീരികമായി തളർന്നു കിടക്കുന്നവരുണ്ട്, ശാരീരികമായി രോഗാതുരരെ പനി പിടിച്ചിരിക്കുന്നവരും, കടലിൽ നിന്ന് പൊങ്ങാൻ പറ്റാത്തവരും, പൊങ്ങിയിട്ട് നീരും വെച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്, വേദന ഉള്ളവരുണ്ട്. അവരെല്ലാം ദൈവമേ സ്പർശിക്കണമേ. കർത്താവേ, എവിടെ പോകാനാണെന്നും വിചാരിച്ചുകൊണ്ട് മനസ്സിടിഞ്ഞ് കിടക്കുന്നവരുണ്ട്. അവർ പോകുന്ന കാര്യങ്ങൾ നടക്കത്തില്ലാത്തത് കൊണ്ട് അവർക്ക് മനസ്സിന് പ്രയാസമുണ്ട്. ദൈവം, എങ്കിലും ഞാൻ അവരെ നിൻ്റെ നാമത്തെ ആസ്വദിക്കുകയാണ്. അവർ പോകും ദൈവമേ. അവിടെ കൂടെ അമ്മയെ, പരിശുദ്ധമ്മേ, അമ്മ പോകണം. സഞ്ചാരി മാതാവേ, അവരുടെ കഴിവ് കൊണ്ടല്ല, അവരെടുത്ത ഉടമ്പടിയുടെയും അവരിത്രയും നാൾ അവർക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിച്ചിരിക്കുന്ന കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലും ആധാരത്തിലും ഓ ദൈവമേ, തന്നെ പറയാൻ കഴിവില്ലാത്തവർ, സഹായിക്കാൻ ആരുമില്ലാത്തവർ, പലതരത്തിലുള്ള ആക്ഷേപങ്ങളിൽ ജീവിക്കുന്നവരവിടെ എല്ലാം കർത്താവേ നീ കൂടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, മുതിർന്നവർ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, അവിടെ വലിയ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഓരോരോ തരത്തിലുള്ള പരീക്ഷ, PhD-ക്കാർ, അവിടെ വൈവകൾ, അവിടെ പ്രസൻറ്റേഷൻസ്, അതുപോലെ തന്നെ ഓരോരോ മേഖലകളിൽ പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞവർ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവേ, റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ഇത്തിരി പഠിച്ചാൽ മതിയായിരുന്നു, ഇത്തിരി കിട്ടിയാലെന്നൊക്കെ ഓർത്ത് നിരാശപ്പെടാതിരിക്കാൻ കർത്താവേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവമേ, കുഞ്ഞുങ്ങളുടെ മക്കളുടെ കഴിവിനേക്കാൾ ഉപരി നിൻ്റെ കൃപ കൊണ്ട് അവർക്ക് സമർത്ഥമായ മാർക്ക് കിട്ടി അവർ പിടിച്ചു കയറാനുള്ള കഴിവ് അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങൾ, വിൽക്കാത്ത തോട്ടങ്ങൾ, വിൽക്കാത്ത പാടങ്ങൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ വിറ്റുമാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പലതരത്തിലുള്ള ജീവിത ദുരിതങ്ങൾ, ഓരോരോ ഉദ്യമങ്ങൾ, സംരംഭങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ, കടകമ്പോളം നടത്താൻ പോകുന്നവർ, നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അതുപോലെ തന്നെ വ്യാപാര വ്യവസായങ്ങൾ, പുതുതായിട്ട് സംരംഭം ആരംഭിക്കാൻ പോകുന്നവർ, എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, യാത്ര ചെയ്യുന്നവർ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, യാത്രയ്ക്ക് വേണ്ട രേഖകൾ ക്രമീകരിക്കുന്നവർ, എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആരെങ്കിലും എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവപൈതലെ 7 ദിവസത്തിനുള്ളിൽ നിൻ്റെ വിഷയത്തിന് മേൽ ദൈവ തീരുമാനം ഉണ്ടാകും. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി അതിനെ അനുഗ്രഹിക്കപ്പെടട്ടെ. പെന്തക്കോസ്ത യാത്രയാണ്. ആത്മീയ താരം നിക്കദേമോസാണ്. നിക്കദേമോസ് കർത്താവിൻ്റെ ഈ വർത്തമാനമെല്ലാം കേട്ടപ്പോൾ ചോദിച്ചത്, പ്രായമായി എനിക്ക് അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ പറ്റുമോ? യോഹന്നാൻ 3:4. നിക്കദേമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ? അപ്പോഴെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രശ്നമാണ്, ഞാനത് ആവർത്തിക്കുന്നില്ല. ഇത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈശോ പറയണത്, ഈശോ അതിനൊരു മറുപടി പറയും. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. പക്ഷെ ഇതിൻ്റെ ഷാർപ്പ് ആൻസർ ഏതാണെന്നറിയാമോ? അതായത് ആത്മാവിലും ജനിക്കണം. ആത്മാവും അത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അതാണ് എൻ്റെ യഥാർത്ഥ. ഇത് ഈ നമ്മുടെ ജഡത്തെ മെറ്റീരിയലൈസ് ചെയ്യാനും സ്പിരിച്വലൈസ് ചെയ്യാനുള്ള ബൈബിൾ സൊല്യൂഷൻ ഇതാണ്. എന്താണ്? യോഹന്നാൻ 6:63. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ശരിക്കും പറഞ്ഞ ബൈബിൾ വ്യാഖ്യാനത്തിലെ
വരേണ്ടത്. ഞാൻ അങ്ങനെയുള്ള വ്യാഖ്യാനം കേട്ടിട്ടില്ല. കർത്താവിക്ക് എന്തൊരു വെളിച്ചം കൊണ്ട് ഞാൻ പറയണാണിപ്പോൾ. ശരിക്കും ഈ പറയേണ്ടത് ഈ 3:4 3:4 കൂടെ, യോഹന്നാൻ 3:4 കൂടെ ലൂപ്പ് ചെയ്യേണ്ട വചനം 3:4 എന്താണ്? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ജഡം ഫലശൂന്യമാണ് എന്ന് 6:63 പറയുന്ന സംഭവം തന്നെയാണ് ഇപ്പം ഇവിടെ ഈശോ നിക്കോദേമോസിനോട് പറയണത്. എന്താ പറയണത്? യോഹന്നാൻ 3:6 മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. അപ്പം ഈ തമ്മിൽ ഇൻട്രാക്ഷൻ ഇല്ല. പക്ഷേ ഈ രണ്ട് ഇൻട്രാക്ഷൻ ഉണ്ടാക്കാൻ എന്താ മാർഗം? ഉണ്ടാക്കാനുള്ള മാർഗം എന്ന് പറയണത് ഈ 6:63 ആത്മാവാണ് ജീവൻ നൽകുന്നത്. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പം അവിടെയാണ് പ്രശ്നം, വാക്കാണ് പ്രശ്നം. ഒരു മെറ്റീരിയലായിട്ടുള്ള സംഭവത്തെ സ്പിരിച്വലൈസ് ചെയ്യാനുള്ള മാർഗം എന്താ? കർത്താവ് സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ വെളിപാടെന്ന് പറയണത് ഇതിനെ ഈ മെറ്റീരിയലായിട്ടുള്ള ജഡത്തെ സ്പിരിച്വലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയണത് വചനമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഒരു വ്യക്തി വചനപ്രകാരം ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് വീണ്ടും ജനിക്കാമെന്നാണ് പറഞ്ഞത്. ഒരിപ്പോൾ ഞാൻ പെന്തക്കോസ്തിലേക്ക് നമ്മൾ പോവുകയില്ലേ, അപ്പോൾ അതിൻ്റെ 3-ാം ദിവസമാണ് ഇന്ന്. ഇപ്പോൾ പെന്തക്കോസ്ത് യാത്രയുടെ 3-ാം ദിവസമാണ്. അപ്പോൾ ഇന്നെന്താണ് പറയുന്നത്? ഒരു വ്യക്തി വചനപ്രകാരം ജീവിക്കുകയാണെങ്കിൽ ഈ യോഹന്നാൻ 6:63 അനുസരിച്ച് കൊണ്ട് ഇതിനെ ഈ മെറ്റീരിയലിനെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഓരോ വ്യക്തികളും ഇന്ന് പണ്ട് ജഡമായിരുന്നവർ, ജഡത്തിൻ്റെ സ്വഭാവം കാണിച്ചിരുന്നവർ, വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ ആയിട്ട് നടന്ന് ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിനെ കൊണ്ട് അനുഗ്രഹം ചുരത്താൻ വേണ്ടി കൊച്ചിനെ ഇടയ്ക്ക് വരെ സൽപ്രവർത്തികളൊക്കെ ചെയ്ത് നമ്മുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ആരാധനാക്രമങ്ങൾ വരെ നമ്മൾ സൂക്ഷിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുണ്ട ദൈവത്തിനെ എങ്ങനെയെങ്കിലും പ്രസാദിപ്പിച്ച് തൽക്കാലത്തേക്കൊന്ന് കാര്യം സാധിച്ച് നിർത്തുക എന്നുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആധ്യാത്മികതയായിട്ട് വരും. അപ്പം അത് അപകടകരമാണ് ശരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ പെന്തക്കോസ്ത് യാത്രയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി അധിഷ്ഠമായിട്ട് ജീവിക്കാൻ നോക്കുമ്പോൾ നമ്മൾ അറിയാതെ ആധ്യാത്മികത ദൈവത്തെ പ്രവർത്തിക്കാൻ പറ്റിയ വ്യക്തികളായിട്ട് മാറും, ആത്മാവിൽ ജനിച്ചവരായിട്ട് തീരും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, യോഹന്നാൻ 6:63 അനുസരിച്ചുകൊണ്ട് വചനപ്രകാരം ജീവിച്ച് ജഡമായ എന്നെ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുന്ന പരുവപ്പെടുത്തിയെടുക്കുവാൻ ഞാൻ ശ്രമിക്കുമ്പോൾ കർത്താവേ ആ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് എന്നെ കൃപയിൽ വളർത്തുവാൻ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുവാൻ എന്നെ സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് സാൻഡ്ര. ഞാൻ എറണാകുളം സെൻറ്റ് ആൻ്റണീസ് ഇടവക അംഗമാണ്. ഞാനിപ്പോൾ വരുന്നത് ലണ്ടനിൽ നിന്നാണ്. എനിക്ക് 15 ദിവസത്തെ ലീവേ ഉള്ളൂ. സാക്ഷ്യം പറയാനും കൂടി വേണ്ടിയാണ് ഞാൻ എത്രയും വേഗം വന്നത്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം, ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ PhD എടുക്കാതെ തന്നെ എനിക്ക് വർക്ക് വിസ കിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. 2 വർഷം വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് 1 വർഷത്തെ കോഴ്സും കഴിഞ്ഞ് എൻ്റെ വിസ ജൂണിൽ തീരാൻ നിൽക്കെ ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് മെയ് 30 വിസ കിട്ടണം എന്നായിരുന്നു ആദ്യത്തെ സാക്ഷ്യം. അങ്ങനെ മെയ് 29 ആയപ്പോഴേക്കും വിസ എൻ്റെ കയ്യിൽ കിട്ടി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അങ്ങനെ എനിക്കവിടെ ഒരു കമ്പനിയിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവായിട്ട് ഞാൻ വർക്കിന് കയറി. പക്ഷേ 1 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അവർ ആ കമ്പനി ക്ലോസ് ഡൗൺ ചെയ്യാൻ തീരുമാനിക്കുകയും അവർക്ക് എന്തോ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം അവരത് ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ട് പ്ലാനാക്കി. അപ്പോൾ എനിക്ക് അവിടെ ഉള്ളവർ, ഞാൻ മാത്രമേ വിസയിൽ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും ആ കമ്പനിയിൽ ബ്രിട്ടീഷ് സിറ്റിസൺ ആയിരുന്നു. അങ്ങനെ കമ്പനി ക്ലോസ് ഡൗൺ ചെയ്താൽ നമ്മുടെ വിസ ക്യാൻസലാവും. അപ്പോൾ അവരെന്നോട് സംസാരിച്ച് ഒരു 2-3 മാസത്തേക്ക് വിസ ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അതിനുള്ളിൽ വേറെ വിസ കണ്ടുപിടിക്കണം എന്നും അവർ നമ്മളോട് പറഞ്ഞു. അപ്പോൾ 2 മാസം
നമ്മൾ വേറെ അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ യു കെയിലുള്ളവർക്ക് അറിയാം ഭയങ്കര പാടാണ് അവിടെ വർക്ക് പെർമിറ്റ് ഉള്ള ജോലി കിട്ടാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ കെയർ ഹോം വിസകളോ അങ്ങനെ എന്തെങ്കിലും എടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഞാൻ പഠിച്ച ഫീൽഡിൽ തന്നെ എനിക്ക് ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ കമ്പനിക്കാർ എൻ്റെ വിസ ക്യാൻസലാക്കി. 2 മാസം അവധി വന്നിട്ട് അവരത് ക്യാൻസലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു 3 മാസത്തെ ഗ്യാപ്പാണ് ഹോം ഓഫീസ് തരുന്നത് ശരിക്കും അടുത്ത വിസ കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ ആ കമ്പനി ക്യാൻസലാക്കി കഴിഞ്ഞാൽ ഒരു 1 മന്ത് ഒരു 2 മന്തിനുള്ളിൽ നമുക്ക് മെയിൽ കിട്ടും ഹോം ഓഫീസിൽ നിന്ന് വിസ ക്യാൻസലാക്കി എന്ന് പറഞ്ഞ്. ഇനി ഒരു 60 ദിവസവും കൂടി സമയമുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ വേറെ ജോബ് കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് പോരേണ്ടി വരും. അങ്ങനെ ഇരിക്കെ എനിക്ക് ആ കമ്പനി ക്യാൻസലാക്കിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു എനിക്ക് എന്തായാലും വേറൊരു കമ്പനിയിൽ ഈ സെയിം ജോബ് തന്നെ കിട്ടും എന്നുള്ളത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഇപ്പോൾ ക്യാൻസലായി കഴിഞ്ഞാൽ വേറെ കിട്ടാൻ ഭയങ്കര പാടാണ്, അപ്പോൾ കെയർ ഹോമിലോ എവിടെയെങ്കിലും വിസ എടുക്കാം എന്നുള്ളത് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഒരിക്കലും ആ ജോബ് മോശം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഞാൻ പഠിച്ച ഫീൽഡ് കിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് മാതാവ് എന്തായാലും തരും എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ അപ്ലൈ ചെയ്ത് ഞാൻ പോകുന്ന ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ ഉപ്പിട്ടും അതേപോലെ തൈലം തേച്ചിട്ടൊക്കെ ആയിരുന്നു പോകുന്നത്. എവിടെ പോയാലും കാശ് രൂപ എൻ്റെ പോക്കറ്റിൽ എൻ്റെ ശരീരത്തെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ 2 മാസത്തിനുള്ളിൽ വരേണ്ട ഇമെയിൽ എനിക്ക് മാതാവ് 1.5 കൊല്ലമായിട്ടും ഹോം ഓഫീസിൽ എൻ്റെ ക്യാൻസലേഷൻ മെയിൽ എത്തിയിട്ടില്ല. അത് ഒരിക്കലും ഒരാൾക്കും നടക്കാത്ത കാര്യമാണ്. അവിടെ ഇലക്ഷൻ വന്നതിൻ്റെ ഇടയിൽ ഇലക്ഷൻ വന്നാൽ പോലും ഒരു 6 മാസത്തെ ഗ്യാപ്പേ എല്ലാവർക്കും കിട്ടത്തുള്ളൂ. എനിക്ക് അത് 1.5 വർഷം ഡിസംബറിൽ ക്യാൻസൽ ചെയ്തിട്ട് പിറ്റേ കൊല്ലം മെയിലാണ് എനിക്ക് ഹോം ഓഫീസിൽ നിന്ന് മെയിൽ വരുന്നത്, ഇനി 2 മാസം ടൈമും കൂടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ പോകണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 1.5 വർഷം എനിക്ക് വേറെ ജോലി കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ഗ്യാപ്പ് കിട്ടി. അങ്ങനെ ആ ഇമെയിൽ വന്ന ദിവസം എനിക്ക് വേറൊരു സ്ഥലത്ത് ആക്ച്വലി ജോലി കിട്ടിയായിരുന്നു. ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് പോയി. ഞാൻ അവിടെ ഉപ്പും കാശ് രൂപം കൊണ്ടാണ് പോയത്. ഞാൻ അവിടെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ആ റൂമിൽ ഉപ്പിട്ടിട്ടാണ് പ്രാർത്ഥിച്ചത്. എനിക്ക് എന്തായാലും കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ അവിടെ ഒരു 1 വീക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞ് സെലക്റ്റായി കഴിഞ്ഞ് വിസ തീരാനായിട്ട് 2 ആഴ്ച ടൈമേ ഉണ്ടായുള്ളൂ. 2 ആഴ്ച ടൈമിൽ നമ്മൾ അടുത്ത വിസ അപ്ലൈ ചെയ്യണം. വിസ അപ്ലൈ ചെയ്യാനായിട്ട് നിന്നപ്പോഴേക്കും ആ കമ്പനി ട്രെയിനിങ് കഴിഞ്ഞ് എന്നോട് പറഞ്ഞത് ഒരു 1 വീക്ക് ഒരു 2 വീക്സ് നോക്കിയിട്ട് വിസയ്ക്ക് വെക്കാമെന്നായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞ് അവർ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു നമുക്ക് എന്തായാലും വിസയ്ക്ക് വെക്കാം നോക്കാം എന്ന് പറഞ്ഞ രീതിയിൽ അവർ COS ചെയ്ത് എനിക്കങ്ങനെ ഒരു 1 വീക്കിന് ഒരു 2 വീക്സ് എങ്കിലും മിനിമം എടുക്കും വിസ കിട്ടാനായിട്ട്. പക്ഷേ എനിക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ മാതാവ് എൻ്റെ വിസ തീരണതിന് മുന്നേ 1 ആഴ്ചക്ക് മുന്നേ തന്നെ എനിക്ക് പുതിയ വിസ കിട്ടി. സെയിം പോസ്റ്റിൽ തന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവായിട്ട് തന്നെ എനിക്ക് വേറെ കമ്പനിയിൽ വിസ തീരുന്നതിന് മുന്നേ തന്നെ ജോയിൻ ചെയ്യാൻ സാധിച്ചു. അത് ഭയങ്കര വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരാൾക്കും 1.5 വർഷമൊന്നും ഒരു ഗ്യാപ്പും കിട്ടൂല വിസ അന്വേഷിക്കാനായിട്ട്. ഞാൻ എവിടെ പോയാലും നടക്കുന്ന വഴിയിലൊക്കെ കാശ് രൂപം കൊണ്ടും എണ്ണ തേച്ചും ഉപ്പ് കഴിച്ചിട്ടൊക്കെ പോകുന്ന ഒരാളാണ്. എനിക്ക് അത്ര വിശ്വാസമാണ് മാതാവ് അല്ലാണ്ട് ഒരിക്കലും അങ്ങനെ അത്രയും ഗ്യാപ്പ് കിട്ടൂല എന്നുള്ളത്. അല്ലാതെ ആയിട്ടും ഒരുപാട് ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ജോലിയിൽ കയറി കഴിഞ്ഞിട്ടും ഒരു 3 മന്ത്സ് കഴിഞ്ഞിട്ട് കമ്പനിയിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, പുതിയ കമ്പനി ആയതുകൊണ്ട് തന്നെ. പക്ഷേ അതും എല്ലാം നല്ല സ്മൂത്തായിട്ട് മാനേജ് ചെയ്യാനും എല്ലാം ഓക്കെ ആയിട്ട് അതും റെഡിയായി. ഇപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ അവിടെ ഒരുപാട് പേർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്തിൽ ഇവൻ മാനേജ്മെൻറ്റ് ഹെഡായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പാർട്ട് ടൈം അന്വേഷിച്ച് വരുന്ന ഒരുപാട് കുട്ടികൾക്ക് ഞാൻ ജോബ് കണ്ടെത്തി കൊടുക്കുകയും അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ നാട്ടിലേക്ക് അമ്മക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് അമ്മ ഇവിടെ ഓർഫനേജിൽ പിള്ളേർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ ധ്യാനവും മുടങ്ങാണ്ട് കാണും, സാക്ഷ്യം കേൾക്കുമായിരുന്നു. എപ്പോഴും നടക്കുന്ന വഴിയിലൊക്കെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ചിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്.
അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും വേഗം ആ ഒരു പോസ്റ്റിലോട്ട് തന്നെ കയറാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. വെളിപാട് 21:4 അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും, പഴയതെല്ലാം കടന്നുപോയി. സാന്ദ്ര എന്ന ഈ മകളുടെ അവിചാരിതമായ ദൈവിക സംരക്ഷണത്തിലൂടെ ലഭിച്ച അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് മകൾ ഈ എൽത്താരയിൽ പങ്കുവച്ചത്. മകൾ അവിടെ പഠനവും ജോലിയും തുടരുമ്പോൾ ആ ജോലി ചെയ്ത കമ്പനി നിർത്തിപ്പോകുന്നത് കൊണ്ട് വിസ ക്യാൻസലായി മകൾ നാട്ടിലേക്ക് തിരികെ വരേണ്ട ഒരു പ്രതിസന്ധിയിലേക്ക് വരികയും അവിടെ UK-യിൽ ജോലി കണ്ടെത്തുക ഏറെ ശ്രമകരമായ ഒരു കാര്യമായി തീർന്നതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മകൾ ജോലിക്ക് വേണ്ടി തുടർച്ചയായി അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ മോളുടെ കൊടുത്ത ആ വിസ ക്യാൻസലാവേണ്ട ഓഫീസ്, ഹോം ഓഫീസ് 1.5 വർഷത്തോളം തിരികെ ഇത്ര കാലം കൂടിയേ വിസയുള്ളൂ, നാട്ടിലേക്ക് പോകണം എന്ന ഒരു ഇൻറ്റിമേഷൻ മകൾക്ക് നൽകുവാനായി വൈകിയതിനെയാണ് ഈ സാക്ഷ്യത്തിൽ മകൾ എടുത്തു പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത, മകളവിടെ വർക്ക് പെർമിറ്റുള്ള ജോലിയില്ലാതെ ജോലി കണ്ടെത്താൻ വേണ്ടി ഓരോ ദിവസവും അതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ 2 മാസ പരിധിക്കുള്ളിൽ വിസ തീർന്നാൽ പിന്നെ നാട്ടിലേക്ക് പോരുകയും ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളും വർക്ക് പെർമിറ്റിന് വേണ്ടിയുള്ള വിസയ്ക്കുള്ള അന്വേഷണം തുടങ്ങുകയും വേണം. അങ്ങനെ സാമ്പത്തികമായ നഷ്ടം, സമയനഷ്ടം, നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ജോലി കണ്ടെത്തുവാനുള്ള വലിയ പ്രയാസങ്ങൾ, ഇങ്ങനെ ഏറെ ഭാരത്തിലേക്ക് ജീവിതം മാറുമായിരുന്ന സാഹചര്യത്തിലാണ് 1.5 വർഷത്തോളം അവിടെ വാലിഡ് വിസയോടുകൂടി ജോലി ഒന്നുമില്ലാതെ താമസിക്കുവാൻ തക്കവിധം അമ്മ മാതാവ് കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുന്നത്. ഞാൻ നിനക്ക് ഇതുകൂടി ചെയ്തു തരും എന്ന തിരുവചനം നമ്മളെ ചിലപ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നീ എന്നോട് ചോദിച്ചതിനാൽ ഞാൻ നിനക്ക് ഇതുകൂടി ചെയ്തു തരും. നമ്മൾ എത്ര കണ്ട് അമ്മ മാതാവിനോട് ചേർന്ന് ഉടമ്പടി വിശ്വസ്തതയിൽ ജീവിക്കുന്നുവോ അത് നാപ്പോലും അറിയാത്ത വഴികളിൽ ഒരു ദൈവിക സംരക്ഷണം നമ്മളെ പൊതിയുകയും നമുക്ക് വന്നു ഭവിക്കാവുന്ന ദോഷങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുകയും നമ്മൾ സുരക്ഷിതമാകുന്ന നിമിഷം വരെയും കണ്ണ് കെട്ടിയതുപോലെ ആകാശത്ത് കാർമേഘം പടരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ വിഷയങ്ങൾ എടുത്തു നീക്കിക്കൊണ്ട് ദൈവികമായ സംരക്ഷണത്തിൻ്റെ കരുതലിൽ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ലഭിച്ച വലിയൊരു സംരക്ഷണത്തിൻ്റെ കരുതലിനെയും അതുവഴിയുള്ള അനുഗ്രഹത്തിൻ്റെ ശ്രേഷ്ഠതയെയുമാണ് ഈ മകൾ ഈ എൽത്താരയിൽ എടുത്തു പറയുന്നത്. ഉടമ്പടി ഏതൊരു ജീവിത സാഹചര്യത്തിലും നമുക്കറിയാത്ത വഴികളിൽ നമുക്ക് പുതിയ വഴികൾ തുറന്നു തന്നുകൊണ്ട്, നമുക്കറിയാത്ത കാഴ്ചകളിൽ നമുക്ക് വേണ്ടി പുതിയ കാഴ്ചകൾ നൽകിക്കൊണ്ട്, നാം ഒരുപക്ഷെ തീരുന്നുവെന്ന് കരുതുന്ന ഇടങ്ങളിൽ നമുക്ക് വേണ്ടി 6 കൽഭരണികളിൽ നിറവീഞ്ഞു കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ വറ്റിപ്പോകുന്ന സമൃദ്ധിയുടെയും ജീവിത പ്രതീക്ഷകളുടെയും നിമിഷങ്ങളിൽ പുതിയ സമൃദ്ധിയുടെ തലങ്ങൾ നൽകിക്കൊണ്ട് അമ്മ കൈപിടിക്കുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ജീവിതക്രമം. അതുകൊണ്ട് ഉടമ്പടി ഒരിക്കലും നമുക്കൊരു നഷ്ടമാവില്ല. ഉടമ്പടിയോട് നമുക്കൊരു സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിന് ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹമാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. നമുക്ക് ഉടമ്പടിയെ സ്നേഹിക്കാം. ഉടമ്പടി നമ്മുടെ ജീവിതത്തെ സഹായിക്കും. ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജെസ്സി, ഇതെൻ്റെ ഭർത്താവ് ബിജേഷ്. ഞങ്ങൾ ചാലിപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. 2018 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ ഞാൻ ഇവിടുത്തെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാറുണ്ട്, ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാറുമുണ്ട്. 2026 ഫെബ്രുവരി 3-ാം തീയതിയാണ് എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു. അവിടെ വെച്ച് ജോലി സ്ഥലത്ത് നിന്ന് റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഫിക്സ് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിറ്റേ ദിവസം ഞാൻ ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ വെച്ചാണ് കൂട്ടുകാരിങ്ങനെ മെസ്സേജ് ഇട്ട് പറയുന്നത്, ബിജേഷ് ഇങ്ങനെ ഫിക്സ് വന്ന് ഹോസ്പിറ്റലാണ്, ICUലാണെന്നാണ് അന്ന് ഞാൻ അറിഞ്ഞത്. പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഹസ്ബൻഡിൻ്റെ അമ്മയോടും ചാച്ചനോടൊന്നും പറഞ്ഞില്ല. എനിക്കും അനിയനും മാത്രമേ ഈ കാര്യം അറിയാൻ പറ്റുമായിരുന്നുള്ളൂ.
പിറ്റേ ദിവസം മുതൽ ഞാൻ സ്കൂളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കി സ്കൂളിലേക്കാണ് പോകുന്ന രീതിയിലാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പിറ്റേ ദിവസം മുതൽ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് വൈകുന്നേരം ആകുമ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഞാൻ ദിവസവും ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. ഹസ്ബൻഡിൻ്റെ ഒരു റിലേറ്റീവ് കുവൈറ്റിലുണ്ടായിരുന്നു, ഹസിൻ ബ്രദറാണ്. പുള്ളി ഹോസ്പിറ്റലിൽ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ഇച്ചിരി സീരിയസ് ആണ്, നീ നന്നായിട്ട് പ്രാർത്ഥിക്കണം, വീട്ടിൽ ചാച്ചനോടും അമ്മയോടും പറയണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവം ഇടപെട്ടാൽ മാത്രമേ രക്ഷപ്പെടുത്തുള്ളൂ. അങ്ങനെ ഈ അറിഞ്ഞ 4-ാമത്തെ ദിവസമാണ് ഞാൻ വെൻറ്റിലേറ്ററിലാണെന്ന് ചേട്ടൻ വിളിച്ച് പറയുന്നത്. ഇച്ചിരി സീരിയസ് ആണ്, നന്നായിട്ട് നീ പ്രാർത്ഥിക്കണം, അമ്മയോട് ചെറിയ രീതിയിൽ ഇങ്ങനെ പറഞ്ഞോളൂ, എന്നാലേ അമ്മയും കൂടെ പ്രാർത്ഥിക്കത്തുള്ളല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, ഫിക്സായിട്ട് ICUലാണ്, അമ്മ പ്രാർത്ഥിക്കണം. അങ്ങനെ പിറ്റേ ദിവസം 6-ാം തീയതി വൈകിട്ടാണ് ഞാൻ അറിയുന്നത് വെൻറ്റിലേറ്ററാണ്. പിറ്റേ ദിവസം 7-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി അച്ഛനെ കാണാനായിട്ട് ടോക്കൺ എടുത്തു. അപ്പോൾ അവിടെ നിന്ന് ചേച്ചി പറഞ്ഞു, ഒരു വെൻറ്റിലേറ്റർ കിടക്കുന്ന ഫോട്ടോ ഇവിടെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഈ അവസ്ഥയിലായിരുന്നു കിടന്നിരുന്നത്. ഇവിടെ വന്ന് ഈ ഫോട്ടോ ഞാൻ അച്ഛൻ്റെ കൊടുത്തു. അച്ഛൻ മാതാവിൻ്റെ രൂപത്തിലും ഈശ്വര രൂപത്തിലും വെച്ച് പ്രാർത്ഥിച്ചു. തൈലം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത്. 17-ാം തീയതി ഫെബ്രുവരി 17-ാം തീയതി CBSE ബോർഡ് എക്സാം എൻ്റെ മോക്ക്, അവൾ 10ലാണ്, അന്ന് ബോർഡ് എക്സാം എഴുതേണ്ടതാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒരു 10-ാം തീയതി ആകുമ്പോഴെങ്കിലും ഹസ്ബൻഡ് ഈ അവസ്ഥയിൽ നിന്നൊന്ന് മാറി ഞങ്ങളോട് സംസാരിക്കണമെന്ന് ഞാനിങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ആദ്യമൊക്കെ അവിടെ നിന്ന് പറയുന്നത്, കൂട്ടുകാരെ വിളിച്ച് പറയുന്നത്, മരുന്നിനോടൊന്നും പ്രതികരിക്കുന്നില്ല, ഹൈ ഡോസാണ് കൊടുക്കുന്നത്, പക്ഷേ മരുന്നിനോടൊന്നും അവൻ പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അത് ഇവിടെ ഡേറ്റ് ഇട്ട് ഞാനിവിടെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ, അതിന് മുന്നേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ദിവസങ്ങൾ. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് നല്ല ഒരു സ്മെല്ലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കൊച്ചിനോട് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു, അമ്മയ്ക്ക് തോന്നുന്നതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ അച്ഛനെ കണ്ട അന്ന് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴും ഇതുപോലെ നല്ല സ്മെല്ല്. അന്ന് റൂമിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അന്നത്തെ ദിവസം അവിടെ മുഴുവനുണ്ട്. അപ്പോൾ കൊച്ചും പറഞ്ഞു, നേരെ നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ അനിയത്തിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ജിൻസി, എന്താണെന്നറിയില്ല. അപ്പം തന്നെ അനിയത്തി പറഞ്ഞു, ഇത് മാതാവ് ഇടപെടുന്നതാണ്, ചേച്ചി വിഷമിക്കേണ്ട, എല്ലാം മാറ്റിത്തരും. ആ രൂപം ഞങ്ങളുടെ മുറിയിലായിരുന്നു ഇരുന്നേച്ചത്. ആ രൂപം എടുത്ത് നമ്മൾ പ്രാർത്ഥന ചെല്ലുന്ന രൂപത്തട്ടിൽ വെക്കാൻ പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ അതെടുത്ത് വെച്ചു. അന്ന് മുതൽ അന്ന് വൈകിട്ട് ഒരു 10 മണി കഴിഞ്ഞപ്പോൾ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ മരുന്നിനോടൊക്കെ അവൻ പ്രതികരിക്കുന്നുണ്ട്, ചെറിയ രീതിയിൽ കണ്ണ് തുറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം പിറ്റേ ദിവസം മുതൽ മണിക്കൂറുകളെന്ന രീതിയിൽ പെട്ടെന്നാണ് സൗഖ്യം കിട്ടിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ അത് കഴിഞ്ഞ് ഒരു 12-ാം തീയതി ആയപ്പോഴത്തേക്ക് വൈകിട്ട് വിളിച്ച് പറഞ്ഞു, അവന് വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ വിളിച്ച് കാണിച്ചു തന്നു. അപ്പോഴും ഓക്സിജനും ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ ഓക്സിജൻ കൊടുക്കുന്നത്? അപ്പം ഓക്സിജൻ്റെ ലെവൽ മാറ്റാറായിട്ടില്ല, തനിയെ ശ്വാസം എടുക്കാവുന്ന രീതിയിലാകുമ്പോഴേ അത് മാറ്റത്തോളം എന്ന് പറഞ്ഞു. 13-ാം തീയതി ഇതുപോലെ വൈകിട്ടായപ്പോഴത്തേക്ക് വിളിച്ച് പറഞ്ഞു, വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഒരു 16-17 ആയപ്പോൾ ആൾ ഓക്കെ ആയി. ഞങ്ങളോട് വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു 21 ദിവസം ഫാസ്റ്റിംഗ് എടുത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സിസ്റ്റർ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി 21 ദിവസം ഫാസ്റ്റിംഗ് എടുക്കാം, എനിക്ക് അങ്ങനെ BP ഇങ്ങനെ ലോ ആയതുകൊണ്ട് ഇങ്ങനെ ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റത്തില്ല, അപ്പോൾ എന്തെങ്കിലും നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇറച്ചി, മീൻ, ചായ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചു. അങ്ങനെ സിസ്റ്റർ പറഞ്ഞു 21-ാം ദിവസം ഇവൻ നാട്ടിൽ വരുമെന്ന് പറഞ്ഞു. സിസ്റ്ററിൻ്റെ ഫാസ്റ്റിംഗ് തീരുന്ന 21-ാം ദിവസം ആൾ നാട്ടിൽ വന്നു.
ഫെബ്രുവരി 25-ാം തീയതിയാണ് ആൾ നാട്ടിലെത്തത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എല്ലാം സൗഖ്യം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ നേർച്ച ഉപ്പും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് മുതൽ ഞാൻ ഉപ്പും തൈലവും ഈ പേപ്പറിൽ വെച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സാക്ഷ്യം കേൾക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ നമ്മുടെ അടുത്താണല്ലോ എന്ന രീതിയിൽ ഈ പേപ്പറിൽ വെച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പെട്ടെന്ന് മണിക്കൂർ കൊണ്ടാണ് ബിജേഷിന് സൗഖ്യം ലഭിച്ചത്. പിന്നെ എല്ലാ ദിവസവും ഞായറാഴ്ചകളിൽ മാത്രമേ ഞാൻ കുർബാനയ്ക്ക് പോകുന്നുള്ളായിരുന്നുള്ളൂ. ഇപ്പോൾ പറ്റുന്ന സമയങ്ങളിൽ, അത് കഴിഞ്ഞതിന് ശേഷം പറ്റുന്ന സമയങ്ങളിലെല്ലാം കുർബാനയ്ക്ക് പോകാറുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞ് ഉപ്പും തൈലവും തേനും ഒക്കെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എല്ലാവർക്കും നെറ്റിയിൽ കുരിശ് വരച്ച് നാക്കിൽ തൊട്ടും കൊടുക്കാറുണ്ട്. നാക്ക് മുറിഞ്ഞ് സ്റ്റിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ രീതിയിലൊരു സംസാരത്തിൻ്റെ ചെറിയ രീതി കുഴപ്പം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നോർമലാക്കി തന്ന ഈശോയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ ഇവിടുത്തെ പത്രം മേടിച്ച് ഞാൻ എല്ലാവർക്കും കൈകളിലാണ് കൊടുക്കാറുള്ളത്. പിന്നെ മറ്റുള്ളവരിങ്ങനെ വന്ന് ഭക്ഷണത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ ഭക്ഷണം മേടിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു വൃദ്ധസ്ഥാനമുണ്ട്, അവിടെ ഇങ്ങനെ ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ മരുന്ന് മേടിക്കാനൊക്കെ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു വരുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. തുടർന്നും ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ ഇടപെടണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാം തിരുവചനം. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ജെസി ബിജേഷ് പ്രത്യക്ഷീകരണ സാക്ഷ്യമായി ഇവിടെ ഏറ്റുപറയുന്നത് തൻ്റെ ജീവിത പങ്കാളിയുടെ ഒരു വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ ജീവൻ നൽകിയ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു വലിയ സാക്ഷ്യമാണ്. ബിജേഷ് കുവൈറ്റിലായിരുന്നപ്പോൾ ഒരു ദിവസം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഫിറ്റ്സ് വന്ന് ബസ്സിൽ തന്നെ കുഴഞ്ഞു വീണ് അദ്ദേഹത്തെ കൂട്ടുകാരെല്ലാം കൂടി വളരെ പെട്ടെന്ന് ആശുപത്രിയിലെത്തിക്കുകയും ഉടനെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുകയാണ് ചെയ്തതെന്ന് ജെസി സാക്ഷ്യപ്പെടുത്തിയത്. നമുക്കറിയാവുന്നതുപോലെ 99% അദ്ദേഹത്തിൻ്റെ ജീവന് പ്രതീക്ഷയില്ല എന്നാണ് ഡോക്ടേഴ്സ് വിധി എഴുതിയത്. ജെസി ഉടനെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അച്ഛനെ കാണുകയും അച്ഛൻ അദ്ദേഹത്തിൻ്റെ വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന ഫോട്ടോ തന്നെ പരിശുദ്ധ അമ്മയെയും ഈശോയെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അന്നു മുതൽ തന്നെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് മരുന്ന് റെസ്പോണ്ട് ചെയ്യുവാനും ഇന്ന് അദ്ദേഹത്തിന് സാക്ഷിയായി അൾത്താരയിൽ ജീവനോടെ സന്തോഷത്തോടെ കുവൈറ്റിൽ നിന്ന് ഇവിടെ വന്ന് സാക്ഷ്യം നൽകുവാനുമുള്ള ഒരു വലിയ കൃപ ലഭിച്ചതിനെ നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ജെസി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴെല്ലാം കൂടെയുള്ള സുഹൃത്തായ ഒരു സിസ്റ്റർ പറഞ്ഞു, 21 ദിവസത്തിനുള്ളിൽ നിൻ്റെ ഹസ്ബൻഡ് ഇവിടെ തിരിച്ചു വരും, അദ്ദേഹം ജീവനിലേക്ക് തിരിച്ചു വന്ന് സൗഖ്യമായി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് ആ സഹോദരി ജെസിക്ക് നൽകുകയുണ്ടായി. അതുപോലെ തന്നെ അവർ പ്രാർത്ഥിച്ചു, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിത പങ്കാളി, മക്കളും കൂടി പ്രാർത്ഥിച്ചു, ജീവിത പങ്കാളി ജീവനിലേക്ക് തിരിച്ചു വരണമെന്ന്. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി ഒരു ഉടൻ പരിഹാരത്തിൻ്റെ പ്രാർത്ഥനയാണ്. അത് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല, നാം എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്. നാം ഉപവാസത്തിലൂടെയും അനുതാപത്തിലൂടെയും വിശ്വാസ കൈമാറ്റം നടത്തുന്നതിലൂടെയും കാരുണ്യപ്രവൃത്തികളിലൂടെയും ഈശോയെ സ്നേഹിക്കുന്നു എന്ന് ഈശോയ്ക്ക് തന്നെ ഒരു ഉറപ്പു നൽകുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് ഉടമ്പടി. ജെസി വളരെ ആത്മാർത്ഥമായി എല്ലാ അപകടസ്ഥിതിയിലുള്ളവരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ഹസ്ബൻഡിനും അതുപോലെ തന്നെ ഒരുപാട് പേർക്കും സൗഖ്യവും സമാധാനവും ഉണ്ടായതായി സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങളെ നാം ഉണർത്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് നാം മാധ്യസ്ഥം അപേക്ഷിക്കാനായി ലോകം മുഴുവനിലും എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന, സങ്കടപ്പെടുന്ന, ആകുലതകളിലും പ്രതിസന്ധികളിലും കടന്നു പോകുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജെസിക്കും ബിജേഷിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സൗഖ്യത്തിനും, കാരണം സൗഖ്യമെന്ന് പറയുന്നത് മരുന്നോ ലേപനമോ കൊണ്ടല്ല, അവിടുത്തെ വചനം കൊണ്ട് തന്നെയാണ് എന്ന് ബിജേഷ് അൾത്താരയിൽ നിൽക്കുന്നതെന്ന് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട്